തിരുകേശ വിവാദത്തിലേക്ക് വന്നാൽ ഇപ്പോൾ ലീഗ് നേതൃത്വവുമായി അടുപ്പമുണ്ട് എന്ന് താങ്കൾ തന്നെ വിശദീകരിക്കുകയുണ്ടായി. തിരുകേശ വിവാദത്തിൽ ഹൈദരലി ശിഹാബ് തങ്ങളുമായി അഭിപ്രായ ഭിന്നതയിലാണ് ഇപ്പോൾ താങ്കൾ. ഇത് ലീഗുമായി തുടർന്ന് ഐക്യപ്പെട്ടു പോകുന്നതിന് തടസ്സമാണെന്ന് കരുതുന്നുണ്ടോ? തിരുകേശ വിവാദം അതൊരു വിവാദമായി തന്നെ ഞങ്ങൾ കാണുന്നില്ല. അദ്ദേഹം താങ്കൾ അടിച്ചു വിതരണം ചെയ്ത കൂപ്പണിൽ ഒരെണ്ണം എടുക്കുകയും, എനിക്ക് തോന്നുന്നു 1000 രൂപയുടെ കൂപ്പണാണെന്ന് തോന്നുന്നു, കൂപ്പൺ എടുക്കുകയും സംഭാവന നൽകുകയും ചെയ്തു. പിന്നീടാണ് അബദ്ധം മനസ്സിലായത്. അദ്ദേഹത്തിൽ നിന്നത് അദ്ദേഹം അത് തിരികെ വാങ്ങണമെന്ന അഭിപ്രായം പോലും ഉയർന്നു വരികയുണ്ടായി. ഇത് യോജിപ്പിൻ്റെ സൂചനയല്ല. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിലുണ്ടാകുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ സംസാരിക്കാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതായതിനാൽ അതിലേക്ക് ഞാനിപ്പോൾ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സമസ്തയുടെ സമ്മർദ്ദമാണോ ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് മേൽ? ആയിരിക്കാം. തിരുകേശത്തിൻ്റെ ആധികാരികത ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ളത് അഹമ്മദ് ഖസ്റജി, അദ്ദേഹമാണ് താങ്കൾക്കത് കൈമാറിയത് എന്ന് പറയുന്നു. കുടുംബപരമായി അദ്ദേഹത്തിൽ അത് നിക്ഷിപ്തമായിരുന്നു എന്നുമാണ് പറയപ്പെടുന്നത്. പക്ഷെ അങ്ങനെയല്ല എന്ന് ആ കുടുംബത്തിലെ അദ്ദേഹത്തിന്റെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഏത് കൈകാര്യ ശൃംഖലയിലൂടെ കിട്ടി? അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഇവിടെ ഇന്റർവ്യൂ നടത്തപ്പെട്ട ആളുകളോട് പറഞ്ഞിട്ടുള്ളത് എനിക്ക് വളരെ വ്യക്തമായ പരമ്പരയിലൂടെ ലഭിച്ചിട്ടുള്ളതും എൻ്റെ പിതാവിൻ്റെ കാലത്ത് തന്നെ അത് എൻ്റെ വീട്ടിൽ നിക്ഷേപിച്ചിട്ടുള്ളതുമാണ് എന്നല്ലാതെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലൂടെ ലഭിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബം വളരെ വിശ്വാസയോഗ്യമായ കുടുംബമാണ് എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടി കുടുംബത്തിൻ്റെ പരമ്പര പറയുകയും ഈ തിരുകേശം എനിക്ക് വളരെ വിശ്വസ്തമായ രേഖയിലൂടെ ലഭിച്ചതാണെന്ന് പറയുകയും ചെയ്തു. മുഹമ്മദ് ഖസ്റജിക്ക് എന്തായാലും ഇങ്ങനെ തിരുകേശമുണ്ട് എങ്കിൽ അത് അദ്ദേഹത്തിന് അറിയുമല്ലോ, അദ്ദേഹം അത് വിശദീകരിക്കേണ്ടതുമാണ്. അതുണ്ടായിട്ടില്ല. രണ്ടാമത്തെ കാര്യം, 2009 ആ പിതാവിനെ ആദരിച്ചുകൊണ്ട് അവരുടെ തന്നെ നേതൃത്വത്തിൽ അഹമ്മദ് ഖസ്റജി പുസ്തകം എഴുതുകയുണ്ടായി. അതിൽ ഈ തിരുശേഷിപ്പുകളെ പറ്റിയുള്ള വിശദാംശങ്ങളെല്ലാം അടങ്ങിയിട്ടുണ്ട്. അവിടെയും ഇത് പറയപ്പെടുന്നില്ല. അതെല്ലാം തെറ്റാണ്. നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. അദ്ദേഹം അങ്ങനെ ഒരു ഗ്രന്ഥം എഴുതിയിട്ടില്ല. മുഹമ്മദ് ഖസ്റജി എന്തുകൊണ്ട് ഇത് രഹസ്യമാക്കി വെച്ചു? ഇല്ല, രഹസ്യമാക്കി വെക്കേണ്ടതാണ്. പരമ്പര എന്ന് പറയുന്നത് എല്ലാവർക്കും വിളിച്ച് ഓതി കൊടുക്കേണ്ടതല്ല. പക്ഷെ താങ്കൾക്കും അറിയുന്നത് പോലെ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ വെല്ലൂരിൽ തിരുശേഷിപ്പുകളുടെ ചില ഭാഗങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. ദില്ലി ജുമാ മസ്ജിദിലുണ്ട്, കശ്മീരിലെ ഹസ്രത്ത് മസ്ജിദിലുണ്ട്. അപ്പോ തിരുശേഷിപ്പുകൾ ആരുടെ കൈവശമുണ്ട് എന്നത് രഹസ്യമായി സൂക്ഷിക്കേണ്ടതല്ല, ആദരണീയമായി പരിരക്ഷിക്കേണ്ടതാണ്. അവിടെ എന്തൊരു നിഗൂഢത? ഇല്ല. അവിടെ ഡൽഹിയിലുള്ളതുപോലെ വെല്ലൂരിലുള്ളതുപോലെ മറ്റ് പല സ്ഥലങ്ങളിലുമുള്ളതുപോലെ അഹമ്മദ് ഖസ്റജിയുടെ കയ്യിലും ഉണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും അതിനുവേണ്ടി പ്രത്യേകമായ സ്പെഷ്യൽ റൂം തയ്യാർ ചെയ്ത് അവിടെ സംഘടിപ്പിക്കുകയും ഈ റമദാൻ 23-ന് അവിടെ വരുന്ന ആര് വന്നാലും അവർക്കത് കാണിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ദിവസത്തേക്ക് ഇവിടുത്തെ മറുപക്ഷമായ മൗലവിമാരും കക്ഷികളുമെല്ലാം അബൂദാബിയിൽ ഉണ്ടായിരുന്നു. അവർക്ക് ക്ഷണവും കൊടുത്തിരുന്നു ഞങ്ങളുടെ ചില പ്രവർത്തകർ. അവർ അത് അന്വേഷിക്കാൻ വന്നില്ല. അഹമ്മദ് ഖസ്റജിയോട് നേരിട്ട് നമുക്ക് പോയി ചോദിക്കാം എന്ന് ഞങ്ങൾ മുമ്പേ പറഞ്ഞത്, അന്നും അവർക്ക് ക്ഷണം കൊടുത്തിട്ട് വരാതിരുന്നത് ഇത് വ്യക്തമാക്കണമെന്ന അവർക്ക് ഉദ്ദേശമേ ഇല്ലാത്തത് കൊണ്ടാണ്. താങ്കൾ ഈ പറയുന്ന കൊട്ടാരവുമായും ഈ കുടുംബവുമായുമെല്ലാം ഈ പറയുന്നത് പോലെ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർക്കും ബന്ധമുണ്ടായിരുന്നതാണ്. അദ്ദേഹവും അവിടെ പോയിട്ടുണ്ട്. മദീന ചരിത്രമടക്കം ഈ മുഹമ്മദ് ഖസ്റജി അദ്ദേഹത്തോട് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും ഇതേപ്പറ്റി ഒരു പരാമർശവും ഉണ്ടായിട്ടില്ല എന്നും ആ വിഭാഗം പറയുന്നുണ്ട്. ഇല്ല, ഇ.കെ. അബൂബക്കർ മുസ്ലിയാർക്ക് അങ്ങനെയുള്ള ബന്ധമൊന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹം ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യം അബൂദാബിയിൽ പോയിട്ടുണ്ട്. അന്ന് ഈ അഹമ്മദ് ഖസ്റജിയുടെ പിതാവ് മുഹമ്മദ് ഖസ്റജി മന്ത്രിയാണ്. മന്ത്രി എന്ന നിലയിൽ മന്ത്രിയുടെ ഓഫീസിൽ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരിക്കാം, അല്ലാതെ ഒന്നുമില്ല. ഒരു മന്ത്രിയുടെ ഓഫീസിൽ ചെന്നിട്ട് വിദേശത്ത് നിന്നൊരു പണ്ഡിതൻ വന്ന് സ്വീകരണം കൊടുക്കുമ്പോൾ എൻ്റെ വീട്ടിൽ അവിടെ തിരുകേശുണ്ട് എന്ന് പറയാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. അത് മന്ത്രി എന്ന നിലക്ക് നിങ്ങളെ സ്ഥിതിയൊക്കെ എന്തെന്ന് ചോദിച്ചു, സ്വീകരണം കൊടുത്തു, ഒരു ചായ കൊടുത്തു, അയക്കലാണ്. അല്ലാതെ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ അവിടെ പോയി താമസിക്കുകയോ അദ്ദേഹവുമായി ബന്ധപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. 2005 മർക്കസിൽ തിരുകേശമുണ്ട് എന്ന് താങ്കൾ പറയുകയുണ്ടായിട്ടില്ലേ? ഉണ്ട്. അതെവിടെ നിന്നാണ്? അത് വേറെ 2 വഴിക്ക് ലഭിച്ചതുണ്ട്. അന്നൊന്നും ഉണ്ടാവാത്ത തരത്തിൽ വിശ്വാസികൾക്ക് അതിൻ്റെ ദർശന പുണ്യം ഉൾപ്പെടെയുള്ളത് കിട്ടട്ടെ എന്ന നിലയിൽ വാണിജ്യാടിസ്ഥാനത്തിൽ ഒരു
മസ്ജിദ് നിർമ്മിക്കുന്നതിൻ്റെ ആശയം വരാതിരുന്നത്? അത് രണ്ടും തെറ്റാണ് നിങ്ങൾ പറയുന്നത്. അതിൻ്റെ മുമ്പ് ജനങ്ങൾക്ക് ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല. മുമ്പും ഞങ്ങൾ അത് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്, ആളുകളെ കാണിച്ചിട്ടുണ്ട്, ആളുകൾ വെള്ളം കുടിച്ചിട്ടും ഉണ്ട്. അതെവിടെ നിന്ന് വന്നതാണ്? അത് വന്നത് മദീനയിൽ നിന്ന് വന്നത്. മദീനയിൽ നിന്നാണല്ലോ എല്ലാം വരുന്നത്. ശ്രീ കാന്തപുരം, പക്ഷേ അതിൻ്റെ വഴി താങ്കൾ പറയുന്നില്ല. എന്തിനാണ് അതിലൊരു രഹസ്യം? ഇല്ല, ഒരു രഹസ്യവും ഇല്ല. വഴിയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്, ഇനി രണ്ടാമത് പറയേണ്ടതില്ല. മദീനയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അതിൽ 2 പരമ്പരയുണ്ട്. അത് ഒന്ന് ബറക്കാത്തി സാദാത്തുക്കളുടെ പരമ്പരയാണ്, ഒന്ന് ബോംബെയിലുള്ള മറ്റൊരാളിൽ നിന്നിട്ട് ലഭിച്ചതാണ്. അന്നൊന്നും ഇതൊരു വലിയ ആരാധനാ കേന്ദ്രമാക്കുക, അവിടെ ഇത് പ്രദർശിപ്പിക്കുക എന്ന ആശയം വരാതിരുന്നു? ആരാധന കേന്ദ്രമാക്കുന്ന പ്രശ്നം ഇനി ഇപ്പോഴുമില്ല. നബിയുടെ തിരുശേഷിപ്പ് കാണാൻ ഒരവസരം കിട്ടുക, നബിയുടെ തിരുശേഷിപ്പ് കാണാൻ വരുന്ന ആളുകൾക്ക് നിസ്കരിക്കാൻ പറ്റിയ ഒരു വലിയ പള്ളി ഉണ്ടാക്കണം എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് പറയുമ്പോൾ 45 കോടിയുടെ പള്ളി, അത് പിന്നെ എഞ്ചിനീയർമാരുടെ തീരുമാനം ഉണ്ടാവും. അത് പള്ളി എന്ന് പറഞ്ഞാൽ പള്ളി മാത്രം പോരല്ലോ, പള്ളിക്ക് പാർക്കിംഗ് വേണം, പള്ളിക്ക് മറ്റ് സൗകര്യങ്ങൾ വേണം, അവിടെ ഖുർആൻ പഠനം. ശ്രീ കാന്തപുരത്തിന്റെ ട്രാക്ക് റെക്കോർഡ് നോക്കുമ്പോഴാണ് ഈ പറയുന്ന ഉദ്ദേശം എവിടേക്കാണ് പോകുന്നത് എന്ന് സംബന്ധിച്ച വിമർശനങ്ങൾ ഉയരുന്നത്. മാവൂർ റോഡിൽ ജുമുഅയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ടൊരു മസ്ജിദ് താങ്കൾ തുടങ്ങുന്നു. അതെത്ര വിപുലാകാരിയായി! ഇപ്പോൾ അതുകൊണ്ട് തിരുകേശം സൂക്ഷിക്കുന്നതിന് വേണ്ടി 1200ഓളം AC റൂമുകളൊക്കെയുള്ള പലതരം സംവിധാനങ്ങളെല്ലാം സ്വരുക്കൂട്ടുന്ന ഒരു വലിയ ഷോപ്പിംഗ് മാളാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് ആക്ഷേപം. അതൊക്കെ നിങ്ങളുടെ മനസ്സിലുള്ളതായിരിക്കും, ഞങ്ങളെ മനസ്സിൽ അതൊന്നുമില്ല, ഞങ്ങളങ്ങനെ ഉദ്ദേശിച്ചിട്ടും ഇല്ല. 1200 AC റൂം ഉണ്ടാകുമോ അവിടെ? ഒരു AC ഉണ്ടാവും തീരുമാനിച്ചിട്ടില്ല. ഒരു AC റൂം പോലും ഉണ്ടാകില്ല. ഉണ്ടാവുമെന്ന് തീരുമാനിച്ചിട്ടില്ല. അതൊക്കെ പള്ളി ഉണ്ടാക്കുമ്പോഴല്ലേ AC വേണോ വേണ്ടേന്ന് തീരുമാനിക്കൽ. കേരളത്തിൽ ഇതിന് AC. എത്ര കൂപ്പൺ അടിച്ചു, എത്ര പണം സമാഹരിച്ചു, എത്ര ലക്ഷ്യം വെക്കുന്നു, ഇതിൻ്റെ കണക്കുകൾ വെളിപ്പെടുത്തുമോ? നിങ്ങളോട് വെളിപ്പെടുത്തുകയില്ല.